നമസ്കാരം പ്രിയപ്പെട്ടവരെ, മറ്റു മാധ്യമങ്ങളിലൊന്നും കാണാനിടയില്ലാത്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അല്പം നീണ്ടതാണെങ്കിലും ഇത് കേരളത്തിന് ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ പകരുന്നതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും നമ്മുടെ കച്ചവടക്കാരും ഒക്കെ ചേർന്ന് നടത്തുന്ന പല തട്ടിപ്പുകളിൽ പുതിയ ഒരു തട്ടിപ്പായതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഇത് കേൾക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഇക്കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണിയുടെ ഭാഗമായി ഹിന്ദുസ്ഥാൻ അവാം മോർച്ച എന്ന് പറയുന്ന ഒരു പാർട്ടി മത്സരിച്ചിരുന്നു. മുൻ ബീഹാർ മുഖ്യമന്ത്രിയും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ ജിതിൻ റാം മഞ്ചി 2015 10 വർഷം മുമ്പ് തുടങ്ങിയ പാർട്ടിയാണ് ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച അല്ലെങ്കിൽ ഹം. ഇത് NDAയുടെ ഘടകകക്ഷിയാണ്. അങ്ങനെയാണ് മഞ്ചി കേന്ദ്ര മന്ത്രിയാവുന്നതും. 2020 തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് നിലം തൊടാതെ പോയ മഞ്ചിയുടെ പാർട്ടി NDAയുടെ ഭാഗമായി മത്സരിച്ച് 4 സീറ്റുകൾ ജയിക്കുകയും ഒരു മന്ത്രിയെ ബീഹാർ മന്ത്രിസഭയിൽ ഉണ്ടാക്കുകയും ചെയ്തു. 25-ൽ 6 സീറ്റാണ് മുന്നണി കൊടുത്തത്. അതിൽ 5 ജയിച്ചു. ഒരു മന്ത്രി ബീഹാറിലുണ്ട്. ആ പാർട്ടി ഹം എന്ന ഈ പാർട്ടി കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഏതാണ്ട് 2 ആഴ്ച മുമ്പ്, എനിക്ക് തോന്നുന്നു ഡിസംബർ മാസം 17-നാണെന്ന് പത്രങ്ങളിൽ വാർത്ത വരുന്നത്. കൊച്ചിയിൽ വെച്ച് ഒരു ലയന ചടങ്ങിലൂടെ ഇത് വാർത്ത സൃഷ്ടിച്ചു. ലയന ചടങ്ങാണ്. അതിന് മുമ്പ് ഈ പാർട്ടി ഉള്ളതായി നമുക്കറിയില്ല. ഇങ്ങനെ പാർട്ടിക്ക് ശാഖയുള്ളതായി നമുക്കറിയില്ല. എന്നാൽ പെട്ടെന്ന് ഈ ഹം എന്ന പാർട്ടിയിലേക്ക് JSS AV താമരാശൻ വിഭാഗം ലയിക്കുന്നു. മുൻ MLAയും മന്ത്രിയുമായ താമരാശനും മുൻ MLA ആയ മാത്യു സ്റ്റീഫനും ഈ ഹം പാർട്ടിയിൽ ചേരുന്നു എന്നൊരു വാർത്ത വരുന്നു. നിർഭാഗ്യം കൊണ്ട് രാഷ്ട്രീയ ഭാവി കോഞ്ഞാട്ടയ 2 നേതാക്കളാണ് മാത്യു സ്റ്റീഫനും AV താമരാശനും. മാത്യു സ്റ്റീഫൻ കേരള കോൺഗ്രസിന്റെ ഭാഗമായി ഇടുക്കിയിലും ഉടുമ്പൻചോലയിലും ഒക്കെ മത്സരിച്ച് MLA ആളാണ് 2 തവണ. താമരാശനാവട്ടെ RSPയിലായിരുന്നു. RSP പിളർന്ന് B വിഭാഗത്തിലായി. അവിടെ നിന്ന് JSSലേക്ക് പോയി BJPയുടെ സ്ഥാനാർത്ഥി. അങ്ങനെ പലതരത്തിൽ മത്സരിച്ച് 5 തവണയാണ് MLA ആയത്. പക്ഷെ ചാട്ടമൊന്നും ശരിയായില്ല, പിഴച്ചുപോയി. അതുകൊണ്ട് 2 പേരും വഴിയാധാരമായി. 2 പേർക്കും പ്രത്യേകിച്ച് ഉത്തരവാദിത്വം പണിയൊന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന ഈ 2 പേർ ഹം എന്ന പാർട്ടിയിലേക്ക് വരുന്നു എന്ന് കേട്ടതോടെ അതിനൊരു വാർത്താ പ്രാധാന്യമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മാതൃഭൂമിയിൽ വന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വാർത്ത ഇങ്ങനെയായിരുന്നു: JSS താമരാശൻ വിഭാഗവും മാത്യു സ്റ്റീഫനും ഹമ്മിൽ ലയിച്ചു. NDAയുടെ ഘടകകക്ഷിയായ കേന്ദ്രമന്ത്രി ജിതിൻ റാം മഞ്ചിയുടെ നേതൃത്വത്തിലുള്ള ഹിന്ദുസ്ഥാൻ അവാം മോർച്ച സെക്യുലർ ഹം പാർട്ടി കേരളത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നു. JSS താമരാശൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അവസാനം പറയുന്നു, എറണാകുളത്തെ ഹോട്ടൽ റിനെ കൊച്ചിയിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു താമരാശനെ മാത്യു സ്റ്റീഫിന്റെ നേതൃത്വത്തിലുള്ള ഹം പാർട്ടി ലയിച്ചത്. ബീഹാർ മന്ത്രി സന്തോഷ് കുമാർ സുമൻ ലയന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ പിന്നെ കുറെ കഥ പറയുന്നുണ്ട്. എന്നിട്ട് ഒടുവിൽ പറയുന്നു, കേരളത്തിൽ വ്യാപികമായി ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും ദേശീയ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി സുബീഷ് വാസ്ദേവ് പറഞ്ഞു എന്നൊക്കെ വാർത്ത വരുന്നു. അവസാനം പങ്കെടുത്തവരുടെ പേര് പറയുന്നു: SSD മൂകാംബിക ട്രസ്റ്റ് സ്വാമി നിത്യചൈതന്യയതി, വിവിധ ക്രൈസ്തവ സഭാ നേതാക്കളായ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ബാബു ജോർജ്, ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ബിഷപ്പ് കേസരി, ബിഷപ്പ് ഡോക്ടർ ബെസേലിയസ് മാർത്തോമ യാക്കോബ പ്രഥമൻ, ബിഷപ്പ് മാർ റിയോസ് യോഹന്നാൻ കുര്യാക്കോസ്, സണ്ണി ആലപ്പാട്ട്, ഡോക്ടർ മാർക്കസ് മാർ സൈമൺ പള്ളിക്കുന്ന്, ബിഷപ്പ് സണ്ണി എബ്രാഹം, ബിഷപ്പ് ജോൺ ബർത്താലിയോമിയോസ്, ഫാദർ മാത്തുക്കുട്ടി, ബിജു സാം, ഫാദർ മത്തായി ചാക്കോ, ഫാദർ ബിജു സി വള്ളമനാടൻ, JSS താമരാശൻ വിഭാഗ നേതാവ് ബാലരാമപുരം സുരേന്ദ്രൻ, ഹം പാർട്ടി ദേശീയ സെക്രട്ടറി വിനോദ് കുമാർ എന്ന് പറഞ്ഞ് കുറച്ച് പേരുടെ പേര് പറയുന്നു. സത്യം പറഞ്ഞാൽ ഈ വാർത്ത വായിച്ചപ്പോഴേ എനിക്കൊരു തമാശ ഫീൽ ചെയ്തു. കാരണം ഇത്രയേറെ ബിഷപ്പുമാർ പെട്ടെന്ന് ഒരു പാർട്ടിയിൽ പോയി ചേരണമെങ്കിൽ അത് CPM അല്ല, കോൺഗ്രസ് അല്ല, BJP അല്ല, കേരള കോൺഗ്രസ് അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല, ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടി ഇവിടെ തുടങ്ങുന്നു. ഹം എന്നാണ്. ബീഹാറിലെ പാർട്ടിയാണ്. ഇവിടെ ഹമ്മിൽ ഒരു പ്രവർത്തനവും നമ്മൾ കണ്ടിട്ടില്ല. അവിടേക്ക് ഇത്രയേറെ മെത്രാന്മാർ വന്ന് ചേരണമെങ്കിൽ അതിൻ്റെ പിന്നിലെ ഗുട്ടൻസ് എന്തായിരിക്കും? സ്വാഭാവികമായും സംശയം തോന്നും. അന്വേഷിച്ചു വന്നപ്പോൾ മനസ്സിലായി ഇവരെല്ലാം വാടക ബിഷപ്പുമാരാണ്, വാടക അച്ഛന്മാരുമാണ്. ബിഷപ്പുമാർ എന്നത് വ്യവസ്ഥാപിത സഭകൾക്കുള്ളതാണ്. വ്യവസ്ഥാപിത സഭകൾ ആ സഭകളായി മുമ്പോട്ട് പോയി ദീർഘകാലം ബൈബിൾ പഠനവും മറ്റും നടത്തി വൈദികരായി അടുത്ത സ്റ്റേജാണ് ബിഷപ്പ്. പള്ളിയിലച്ഛനാവണമെങ്കിൽ പോലും ദീർഘകാലത്ത് പരിശീലനം വേണം. എന്നാൽ ഒരു പാസ്റ്റർ ആവാൻ അങ്ങനെ പരിശീലനമൊന്നും വേണ്ട. നല്ല പെന്തക്കോസ്റ്റൽ സഭകൾ കൃത്യമായി ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച് പരിശീലിപ്പിച്ചിട്ടാണ് അവരെ പാസ്റ്റർ ആക്കുന്നത്. എന്നാൽ ഒരാൾക്കൊരു സഭ സ്വന്തമായി തുടങ്ങാനോ ഞാൻ പാസ്റ്ററാണെന്ന് പറയാനോ ഒരു നിയമ തടസ്സവുമില്ല. ഇങ്ങനെ ചില ആളുകൾ, അവർ പല ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ, അവർ സ്വയം അച്ഛനും സ്വയം ബിഷപ്പുമായി പ്രഖ്യാപിച്ചിട്ട് ഇങ്ങനെ വാടകയ്ക്ക് പോയി പരിപാടിയിൽ പങ്കെടുക്കുകയും ആത്മീയ പരിവേഷം കൊടുക്കുകയും ചെയ്യുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ട്. ആളുകൾ തിരിച്ചറിയാൻ വേണ്ടിയാ. ഇതിൻ്റെ അകത്ത് ആദ്യം പേര് പറഞ്ഞൊരു കക്ഷി ജോർജോ മറ്റോ. ഈ കക്ഷി ബിഷപ്പാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ BJPയെ പറ്റിച്ചതാണ്. കൊല്ലത്ത് പല പ്രധാനപ്പെട്ട നേതാക്കളുടെയും കൂടെ പങ്കെടുത്താണ്.
പിന്നീട് ഇയാൾ തട്ടിപ്പുകാരനാണ് തിരിച്ചറിയുന്നത് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കമ്പനി നടത്തിയതിന്റെ പേരിൽ പോലീസ് അറസ്റ്റിലായപ്പോഴാണ്. വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി സ്വന്തം മരണ വാർത്ത പത്രങ്ങളിൽ പോലും കൊടുത്തിട്ട കക്ഷിയാണ്. ഇത്തരത്തിൽ പലതരത്തിൽ വാടകയ്ക്ക് പോകുന്ന സ്വയം ബിഷപ്പായി പ്രഖ്യാപിച്ച തട്ടിപ്പുകാരെ കുറെ പേരെ കൂട്ടിയാണ് ബിഷപ്പ് 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 എന്ന പേരിൽ ഈ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഇതാരും അറിയാത്തൊരു പാർട്ടിയാണല്ലോ, എന്തെങ്കിലും ആവട്ടെ എന്ന് കളഞ്ഞ് തള്ളിക്കളഞ്ഞതാണ്. ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടാവുന്നു. എനിക്കൊരു കോള് വരുന്നു. കുറേ തവണ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പരിചയമില്ലാത്ത കോളുകൾ എടുക്കാറില്ല. വാട്സാപ്പിൽ മെസ്സേജ് ഇടാൻ പറയും. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കുക, അല്ലെ എൻ്റെ പണി നടക്കത്തില്ല. റിപ്പോർട്ടർമാരാണ്, റിപ്പോർട്ടർമാരെ ഏൽപ്പിക്കും. ഞാൻ സംസാരിക്കേണ്ടതാണെങ്കിൽ മാത്രമേ സംസാരിക്കും, കാരണം സാധിക്കാത്തത് കൊണ്ടാണ്. നിരവധി തവണ എനിക്കൊരു കോള് വരുന്നു. ആ കോള് വിളിച്ച് അയാളുടെ പേരൊക്കെ പറഞ്ഞു, ഞാനത് പറയുന്നില്ല. അതുകൊണ്ട് അവസാനം അയാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഇങ്ങനെയാണ്: സാർ, എറണാകുളത്ത് വിളിക്കണേ. ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയാണ്. നമ്മുടെ ക്ലയന്റിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ നമുക്കൊരു ഒരു പരസ്യം പോലെ എനിക്ക് പരസ്യമായിട്ട് തോന്നാനും പാടില്ല. അങ്ങനെ സാധനം ചെയ്യാനായിട്ടായിരുന്നു. എത്ര എമൗണ്ട് പോലും ഇതൊക്കെ അറിയാനായിട്ടായിരുന്നു. ഒന്ന് തിരിച്ചു വിളിക്കണം. ഒരു പരസ്യം കൊടുക്കാൻ വേണ്ടിയാണ്. പരസ്യം എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് തോന്നരുത്, വാർത്തയാവണം. അതിനുവേണ്ടിയാണ്. എന്ന് വെച്ചാൽ പണം തരും, നിങ്ങൾ വാർത്ത കൊടുക്കണം. എനിക്ക് വളരെ കൗതുകം തോന്നി. ഞാൻ ഏത് പാർട്ടിയാണ് എന്നൊന്ന് പറയൂ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടു. അപ്പൊ പറഞ്ഞു ഹം പാർട്ടി. പരസ്യം സാർ എഡിറ്റോറിയൽ പോലല്ലേ ഹം പാർട്ടി, ബീഹാറിലുള്ള HIM ഹം പാർട്ടി. സാർ ഫ്രീ ആണെന്ന് വിളിക്കുക സാർ. അപ്പൊ എനിക്ക് ഉത്തമ ബോധ്യമായി ഇത് വലിയ സാമ്പത്തിക പിന്തുണയോടെ ആരൊക്കെയോ നടത്തുന്ന ഒരു തട്ടിപ്പിന്റെ ഭാഗമാണ്. അനേകം തട്ടിപ്പ് കേസുകളിൽ വരെ പെട്ട കുറെ വ്യാജ ബെത്രാന്മാരെ ഇറക്കി ഒരു പാർട്ടി തുടങ്ങിയിരിക്കുന്നു. ആ പാർട്ടി പബ്ലിസിറ്റിക്ക് വേണ്ടി പണം കൊടുത്ത് മാധ്യമങ്ങൾ വാർത്ത വരുത്തുന്നു. അതുകൊണ്ടാണല്ലോ എനിക്ക് പണം തരാമെന്ന് പറഞ്ഞത്. മറുനാടൻ ആരുടെയും പണം മേടിക്കുന്നതല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളത് തിരസ്കരിക്കാൻ തീരുമാനിച്ചു. ഞാൻ അയാൾക്ക് മെസ്സേജ് ഇട്ടു, നിങ്ങൾ മറുനാടനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇട്ട് അവസാനിപ്പിച്ചു. അതിനിടയിലാണ് ഇന്നലെ കേരളകൗമുദി ദിനപത്രം വന്നപ്പോൾ ഞാൻ ഞെട്ടി വിറച്ച് തരിച്ചു പോയത്. കേരളകൗമുദി ദിനപത്രം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പത്രങ്ങളിൽ ഒന്നാണ്. ഇപ്പോഴും വാർത്തകളിൽ സത്യസന്ധത പരമാവധി പാലിക്കുന്ന പത്രമാണ്. മാത്രമല്ല കേരളകൗമുദിയുടെ ചരിത്രം നമുക്ക് മറക്കാൻ പാടില്ല. ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ KV കുഞ്ഞിരാമൻ എന്ന അക്കാലത്തെ ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവ്, എഴുത്തുകാരൻ, അദ്ദേഹം തുടങ്ങി വെച്ചതാണ്. 1911 ഒരു ആഴ്ചപ്പതിപ്പായി തുടങ്ങി. 1920 ആയപ്പോഴേക്കും മകൻ K. സുകുമാരനെ പത്രാധിപരാക്കി പത്രമാക്കി. കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നായി ഇന്ന് മാറിയ കേരളകൗമുദിയുടെ ചരിത്രം ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ നമ്മുടെ നാട്ടിലെ അടിസ്ഥാന വർഗത്തിന് വേണ്ടി നിലപാടെടുത്ത വലിയ സാമൂഹിക പരിഷ്കരണ രംഗത്ത് വലിയ പങ്കുവഹിച്ച പത്രമാണ് കേരളകൗമുദി. ഇപ്പോഴും ആ പാരമ്പര്യം അവർ നിലനിർത്തുന്നു. നല്ല പത്രമാണ്. ഞാൻ മറക്കാതെ എല്ലാ ദിവസവും വായിക്കുന്ന 3 പത്രങ്ങളിൽ ഒന്ന് കേരളകൗമുദിയാണ്. മനോരമയും മാതൃഭൂമിയും കേരളകൗമുദി ഞാൻ ഒരിക്കലും മിസ്സാവില്ല. ഇതാണ് കേരളകൗമുദി. ആ കേരളകൗമുദി പത്രത്തിന്റെ വാരാന്ത്യ പതിപ്പ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. പത്രങ്ങളുടെ വാരാന്ത്യ പതിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഞായറാഴ്ച ഇറങ്ങുന്ന സൺഡേ സപ്ലിമെന്റ് ആണ്. ഈ സപ്ലിമെന്റിൽ നല്ല വാർത്തകൾ കണ്ടെത്തി, നല്ല ഫീച്ചറുകൾ കണ്ടെത്തി കൊടുക്കുന്ന രീതിയുണ്ട്. ജനങ്ങൾക്ക് വായിക്കാൻ സമയമുള്ളത് കൊണ്ട് തന്നെ വായിക്കാൻ. കേരളകൗമുദി പത്രത്തിന്റെ ഇന്നലത്തെ വാരാന്ത്യ പതിപ്പിലെ വാർത്ത, കേരളത്തിൽ ഹരിശ്രീ കുറിച്ച് ഹം പാർട്ടി കൂട്ടായി JSS ഘടകവും എന്ന് പറഞ്ഞ് ഒരു മുഴുവൻ പേജ്. നോക്കൂ, ഞെട്ടാതിരിക്കുമോ? ഇത് പരസ്യമൊന്നും ഒരിടത്തും എഴുതിയിട്ടില്ല. വാരാന്ത്യ പതിപ്പിലെ ഒരു ഫീച്ചറായാണ് കൊടുത്തിരിക്കുന്നത്. സുബീഷ് വാസുദേവ് എന്ന ഒരു നാഷണൽ ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി വലിയൊരു സ്വർണ്ണമാലയൊക്കെ ഇട്ട് അയാളുടെ പടം മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൗരിയമ്മയുടെ പടം സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ജിയുടെയും പാർട്ടി നേതാക്കളുടെയും ഉണ്ട്. ഒപ്പം താമരാഷന്റെയും ബാലരാമൻ സുരേന്ദ്രന്റെയും മാത്യു സ്റ്റീഫന്റെയും പേരുണ്ട്. എന്താണെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. കേരളകൗമുദി ഇതിനു വേണ്ടി പണം കൈപ്പറ്റി എന്നതിന് എൻ്റെ തെളിവില്ല. പക്ഷേ എനിക്ക് അക്കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം പരസ്യമാണെന്ന് തോന്നാത്ത തരത്തിൽ വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ ഒരാൾ ബന്ധപ്പെടണമെങ്കിൽ തീർച്ചയായും കേരളകൗമുദി ഇങ്ങനെ ഒരു സാധനം കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ കേരളകൗമുദിയുടെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പേജിലെ മുഴുവൻ, ഒരു പേജ് മുഴുവൻ ഇങ്ങനെ പരസ്യം പോലൊരു വാർത്ത പരസ്യം വയ്ക്കാതെ കൊടുക്കുമോ? നോക്കൂ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണെന്ന്. എവിടെ നിന്നോ ഒരു പാർട്ടി ഉണ്ടാവുന്നു. ആ പാർട്ടി കുറെ തട്ടിപ്പുകാരെ ബിഷപ്പുമാരാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നു. ആ പാർട്ടി ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ പണം കൊടുത്ത് മാധ്യമങ്ങളിൽ പരസ്യം ചെയ്യുന്നു. നമ്മുടെ ജനാധിപത്യത്തെ ഏതു തരത്തിലാണ് ഇവരൊക്കെ വിലക്കെടുക്കാൻ ശ്രമിക്കുന്ന ഓർക്കണം. ഈ പാർട്ടി ബീഹാറിലെ പാർട്ടിയാണ്. അവിടെ പിന്തുണയുണ്ട്. കേരളത്തിലുള്ള കേരള കോൺഗ്രസ് പാർട്ടി ബീഹാറിൽ പോയി തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയാണ്. വാസ്തവത്തിൽ ബീഹാറിലെ ഒരുപാട് പ്രാദേശിക പാർട്ടികൾ ഇതിനു മുമ്പും കേരളത്തിൽ ഇങ്ങനെ ശാഖകൾ തുടങ്ങിയിട്ടുണ്ട്. രാംവിലാസ് പാസ്വാന്റെ പാർട്ടി, ലല്ലു പ്രസാദിന്റെ പാർട്ടി, നിതീഷ് കുമാറിന്റെ പാർട്ടിയൊക്കെ ഇവിടെ ശാഖകൾ തുടങ്ങാറുണ്ട്. പലരും നേതാക്കളായി രംഗത്ത് വരാറുണ്ട്. പലരും NDAയുടെയും UPAയുടെയും ഒക്കെ ഘടകകക്ഷികളാണെന്ന് അവകാശപ്പെടാൻ. ഇവരിൽ മിക്കവരും തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ ഗുണ്ടാപ്പണി ചെയ്യുന്നവരൊക്കെയാണ് എന്നതാണ് വാസ്തവം. അവിടെ പോയി അവരുമായി സെറ്റിൽമെന്റ് എത്തുന്നു. ഇവിടെ വന്നവർ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളാകുന്നു.
കച്ചവടം നടത്തുന്നു, ഗുണ്ടാപ്പണി ചെയ്യുന്നു, ഒരുപാട് സാഹചര്യമുണ്ട്. അതിന്റെ ഒരു തനിയാവർത്തനമാണോ എന്ന് അറിയില്ല. ആരാണ് ഈ സുബീഷ് വാസുദേവൻ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം. അത്തരം എന്തെങ്കിലും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ പണം മുടക്കി ഇങ്ങനെ മാധ്യമങ്ങളെ വിലക്കെടുക്കുമ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. വ്യാജമെത്രാന്മാർക്ക് ചില്ലറ കൊടുത്താൽ മതിയാവും. പക്ഷെ കേരളമുദ്രയുടെ വാരാന്ത്യ പതിപ്പിലെ പ്രധാനപ്പെട്ട ഒരു പേജ് വാർത്തയാകണം, ചില്ലറ കൊടുത്താൽ പോരാ, ലക്ഷങ്ങൾ കൊടുക്കണം. ഒരു പേജ് പരസ്യത്തിന് തന്നെ ലക്ഷങ്ങളാണ് മാധ്യമങ്ങൾ ഈടാക്കുന്നത്. അപ്പോൾ പിന്നെ വാരാന്ത്യ പതിപ്പിൽ വാർത്ത എന്ന് തോന്നിക്കുന്ന തരത്തിൽ കൊടുക്കണമെങ്കിൽ എത്ര പണം കൊടുക്കണം? ഈ പണം എവിടെ നിന്നാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് ഈ മാത്യു സ്റ്റീഫനും താമരാഷ്ട്രം ഇതിൽ ചേർന്നെങ്ങനെ പെട്ടുവെന്നതാണ്. ഞാൻ രണ്ടുപേരെയും വിളിച്ചു. മാത്യു സ്റ്റീഫൻ എന്നോട് പറഞ്ഞു, ജിതിൻ റാം മഞ്ചിയുടെ മകൻ തന്നെ നേരിട്ട് വിളിച്ചതുകൊണ്ടാണ് താൻ ഇതിന്റെ ഭാഗമായത്. തനിക്ക് പറയുന്ന സുബീഷ് വാസുദേവനെ ഒന്നും ഒരു പരിചയവുമില്ല. സ്വാഭാവികമായും ദളിത് പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാകുമ്പോൾ ചേരുന്നതിൽ കുഴപ്പമില്ലോ എന്ന് കരുതി എന്നല്ലാതെ തനിക്കിതിന്റെ പശ്ചാത്തലമൊന്നും അറിയില്ല എന്നാണ് മാത്യു സ്റ്റീഫൻ എന്നോട് പറഞ്ഞത്. മാത്രമല്ല താമരാഷ്ട്രൻ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ചേരാം, ഗൗരി അമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ചേരാമെന്ന് പറഞ്ഞു. താമരാഷ്ട്രൻ സത്യസന്ധനായ മനുഷ്യനായതുകൊണ്ട് അവിശ്വസിച്ചില്ല എന്നാണ് മാത്യു സ്റ്റീഫൻ പറഞ്ഞത്. ഞാൻ താമരാഷ്ട്രനെ വിളിച്ചു, താമരാഷ്ട്രൻ എടുത്തില്ല. ഒടുവിൽ രാത്രി 2 മണിക്ക് തിരിച്ചു വിളിച്ചു, ഞാൻ എടുത്തില്ല. രാവിലെ 4 മണിക്ക് ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്ന് താമരാഷ്ട്രൻ സാറേ, ഈ 2 മണിക്കൊക്കെ ഫോൺ വിളിക്കുന്ന അന്യായമാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ മെൽബണിലാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ വല്ലതും കാണാൻ പോയതായിരിക്കും. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ധാരണയുമില്ല, ഇയാളെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല എന്ന് പറഞ്ഞു. എന്തായാലും കേരളം ബീഹാർ പോലായിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ തെളിവായി മാറുകയാണിത്. ആലോചിച്ച് നോക്കുക, മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുക, മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് 1-ാം പേജിൽ വാർത്ത ചെയ്യുക, കൂടാതെ ഒരു പത്രത്തിന്റെ സൺഡേ സപ്ലിമെന്റിൽ തന്നെ ഇതിനെക്കുറിച്ച് ഫീച്ചർ ചെയ്യുക. ഏറ്റവും വിചിത്രമായ സംഗതി അതല്ല, ഇതിൻ്റെയൊക്കെ പേരുദോഷം നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കാണെന്നാണ്. ഇതിന്റെ നടത്തിപ്പുകാർ, അതായത് ഈ ഹം പാർട്ടി ഉണ്ടാക്കുന്നു, ഇവിടെ അത് വലിയ സംഭവമാക്കാൻ പോകുന്നു, മെത്രാന്മാർ പങ്കെടുക്കുന്നു എന്നൊക്കെ പറയുന്ന നടത്തിപ്പുകാർ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് അമിത്ഷാ വാക്ക് തന്നിട്ടുണ്ട് 15 സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ ഭാഗമായി കിട്ടുമെന്ന്. ഇങ്ങനെയൊരു അവകാശവാദമുണ്ടെന്ന് മാത്യു സ്റ്റീഫൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം BJP നേതാക്കളോട് ചോദിച്ചപ്പോൾ കേരളത്തിലെ NDAയിൽ എടുക്കണമെങ്കിൽ അതിന് വ്യത്യസ്തമായ മാനദണ്ഡമാണ്. തൽക്കാലം ഹം പാർട്ടി NDAയിൽ ഇല്ല എന്നാണ് വ്യക്തമാക്കിയത്. അമിത്ഷായുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് ഇവിടെ നടക്കുന്നത് എന്നത് ആരെങ്കിലും അമിത്ഷായുടെ ശ്രദ്ധയിൽ പെടുത്തും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. ഓർക്കൂ എന്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയെന്ന്. എന്തായാലും ഈ സുബീഷ് വാസുദേവ് ആരാണ് എന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.